ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി പ്യാപ്ല സ്പെഷ്യൽ പലഹാരമായിട്ടാണ് വന്നത് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് LK സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അതുപോലെ തന്നെ ആലു കുൽച്ച. അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയാലോ? അപ്പോൾ ദാ ആദ്യം തന്നെ നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ യോഗർട്ട് ആയിരിക്കണം കേട്ടോ. യോഗർട്ടും കേടും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. യോഗർട്ട് പുളിയില്ലാത്തതാണ്, കേട് പുളിയുള്ളതാണ്. അപ്പോൾ യോഗർട്ട് തൈര് കുറവുള്ള, നല്ല കുറവുള്ള തൈര് ഞാനിത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറയുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡയും വേണം, രണ്ടും വേണം കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണും അത് രണ്ടും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ വേണ്ടത് 1/4 ടീസ്പൂണാണ്. അത് ലെവൽ ചെയ്ത് എടുക്കുക കേട്ടോ, വടിച്ചെടുക്കാന്ന് അറിയില്ല. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/2 ടീസ്പൂണിൻ്റെ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അതും നമുക്ക് ഇതേപോലെ തന്നെ ലെവൽ ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ ഒരു തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതവിടെ മാറ്റി വെക്കുക. അതിപ്പോൾ അത് പതഞ്ഞ് പൊന്തി വരും. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ മാവ് കുഴക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 3 കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പും കൂടെ വേണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഉപ്പും പഞ്ചസാരയും പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലാണ് വേണ്ടത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കാം കേട്ടോ. ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ പതഞ്ഞ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ച 5 മിനിറ്റ് മുന്നേ വെച്ച നമ്മളെ തൈരില്ലേ, അതാണ് ഇപ്പോൾ ഇത് കണ്ടോ, പാത്രം മുഴുവനും ആയിട്ടുണ്ട്. പതഞ്ഞ് നല്ല സോപ്പ് പത പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എപ്പോഴും ഈസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പുതിയ ഡേറ്റ് ഉള്ളതായിരിക്കണം കേട്ടോ. ഒരുപാട് വാങ്ങി വെച്ചിട്ട് കുറച്ച് ആ ഡേറ്റ് കഴിയണവരെ വെയിറ്റ് ചെയ്യണ്ട. അതിൽ കാണുന്ന ഡേറ്റിൻ്റെ മുന്നേ തന്നെ അത് എന്താ പറയുക, ഒന്നുകിൽ ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ ബാക്കി കളയാന്നുള്ളതേ ഉള്ളൂ. അത് വെച്ച് പിന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നന്നാവില്ല. പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വെക്കാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ക്ലീനിങ്ങിൻ്റെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ചെയ്യാൻ, ടൈൽസ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ അടുപ്പ് ക്ലീൻ ചെയ്യാൻ, ഓവൻ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് കൈവച്ചിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒരു ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ആ ഒരു പാകത്തിലാണ് കുഴക്കേണ്ടത്. ഒരു 1/4 കപ്പ് വെള്ളം എനിക്ക് ഇതിനാവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ആ തൈരും ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുത്തത്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1-2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. മിനിമം 1 ഹവറെങ്കിലും മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 വലിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ എക്സ് ലാർജ് സൈസാണ്. ഇനി അതിനെ ഒന്നിനെ ഞാൻ 4ആയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. ഇത്രയും വലുതായതുകൊണ്ട് ചെറുതാണെങ്കിൽ 2ആയിട്ട് മുറിച്ചാൽ മതി. ഒരുപാട് ചെറുതാക്കി മുറിക്കരുത്. അപ്പം ഇത് വേവിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ പീസായിട്ട് നമ്മൾ മുറിക്കുന്നത്. തോലോട് കൂടി തന്നെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. തോലോട് കൂടി ഇട്ടാലാണ് മാക്സിമം വെള്ളം കുറഞ്ഞ് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുക. സ്റ്റീം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലത് തന്നെ. അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലേക്ക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്, വെന്ത് കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം കുടിച്ച പോലെ വേവിച്ചെടുക്കരുത്. ഞാൻ ഈ പറയുന്ന പോലെ വേവിച്ചെടുക്കണേ, എന്നാലാണ് ഫില്ലിങ് നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്താലും മതി. പക്ഷെ എന്നാലും അതിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ബ്ലാക്ക് സോൾട്ട്. ഇത് നിർബന്ധമാണ് കേട്ടോ, ഒഴിവാക്കരുത്. ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരുന്നത് ഈ ഒരു സാധനമാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ കേട്ടോ. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള മല്ലിയിലാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉള്ളി ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഉള്ളി ചേർക്കുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് വെള്ളം പോലെ ആയി പോകും. ഈ ഒരു മാവ് ഇരിക്കും തോറും അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം പോലെ ആയി വരും. അപ്പോൾ നമ്മളെ കുൽച്ച റെഡി ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഒഴിവാക്കിയത് കേട്ടോ.
കേട്ടോ. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിൽ നല്ല ഹാർഡായിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയും നല്ല സ്മൂത്തായിട്ട് കിട്ടണം, അല്ലാണ്ട് ഒരുപാട് അങ്ങ് വെള്ളം പോലത്തെ മാവായി പോകരുത് കേട്ടോ. ഇതിന് നമുക്ക് മൂടി വെക്കാം. നമുക്ക് പരത്തുന്ന സമയത്ത് ഇത് ഫില്ലിംഗ് ആക്കി വെക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ LK സ്പെഷ്യൽ പുതിയാപ്പിള ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊരു സ്വീറ്റ് ചില്ലിയാണ്, ഇതിവിടെ കിട്ടുന്നതാണ് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് നാട്ടിലിപ്പം കാശ്മീരി മുളക് വേണമെങ്കിൽ അത് എടുക്കാം. ഞാനിവിടെ ഈ ഒരു മുളകാണ് എടുക്കുന്നത്. ഇത് ജസ്റ്റ് കളർ മാത്രമേ വരുള്ളൂ, ഇതിന് എരിവൊന്നും തീരെ വരില്ല കേട്ടോ. ഒരു തുള്ളി പോലും എരിവീന് ഉണ്ടാവില്ല. എന്നാലും മധുരം ഉണ്ടാവുമെന്ന് വെച്ചാൽ മധുരം ഉണ്ടാവില്ല. ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ ഒന്നും വരാത്ത ഒരു സാധനമാണിത്. അപ്പം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ഒരു 5 സാധാ നോർമൽ ഡ്രൈഡ് റെഡ് ചില്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വറ്റൽ മുളക്. ഇനിയിപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ചെറിയൊരു മുളക് എരിവ് മതി ഈ ഒരു റോസ്റ്റിന്. അപ്പം കാശ്മീരി മുളകിന് ചെറുതായിട്ടൊരു എരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഈ ഒരു മുളകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 എണ്ണം സാധാ നമ്മളെ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നോർമൽ സ്പൈസി ആയിട്ടുള്ള. ഇനിയിപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുക. ഇപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് മതിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി പരക്കാനുള്ള ബാക്കി സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്പൈസസ് ആണ് കേട്ടോ. ഒരു 5 ഏലക്കായി എടുത്തിട്ടുണ്ട്, 5 എണ്ണം മാറ്റി വെക്കുക. പിന്നെ ഒരു 4 ഗ്രാമ്പു കൊടുക്കുക, ഒരു 4 എണ്ണം, 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 4 ഗ്രാമ്പു. പിന്നെ വേണ്ടിയത് പട്ടയാണ് കേട്ടോ. പട്ട പൊടിച്ചത്, പട്ട പീസാക്കിയത്, അതൊരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട എടുത്താൽ മതി. എന്നിട്ട് അതിനൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചാൽ മതി. ഇത് അരക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് മുറിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടിയെന്ന് പറയുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ, നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയുന്ന ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടി കേട്ടോ. അത് അളന്നെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അളന്നെടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി 2 കറുത്ത ഏലക്കായും കൂടി വേണം കേട്ടോ. കറുത്ത ഏലക്കായ് ഒരു 2 എണ്ണം. ഇതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന സാധനമാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ, അത് നാട്ടിലും കിട്ടും. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവനേ ഉള്ള കുരുമുളക് കേട്ടോ, പൊടിയല്ല, നമ്മൾ പൊടിക്കാത്ത മുഴുവനേ ഉള്ള കുരുമുളക്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം വേണം, പെരുംജീരകം എന്നുവെച്ചാൽ ക്യുമിൻ്റെ ഡബിൾ അത് വേണം. ഇനിയിപ്പോൾ വേണ്ടിയ വലിയ സൈസുള്ള ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു ഉള്ളി, വലിയ സൈസുള്ള ഒരൊറ്റ ഉള്ളിയാണ് എടുത്തത്. അതിന് നമുക്ക് ഇതിൻ്റെ കൂടെ അരക്കാനുള്ളതാണ്. അപ്പം ഒരുപാട് ചെറുതായിട്ട് മുറിക്കുക അല്ലെങ്കിൽ അരിയൊന്നും വേണ്ട, കുറച്ച് വലിയ പീസായിട്ട് തന്നെ അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ രണ്ടും ഞാനിങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അരഞ്ഞ് കിട്ടാനുള്ളൊരു പാകത്തിന് കുറച്ച് വലിയ പീസായിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വലിയ ഉള്ളിയും ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ സൈസിൽ തന്നെ ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസുള്ള തക്കാളി തന്നെയാണ്. അതും ഇതാ ഇതേപോലെ തന്നെ ഒന്ന് കുറച്ച് വലിയ പീസായിട്ട് തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അരക്കാനുള്ളതാണ്. അപ്പോൾ അത് തക്കാളി ഇതേപോലെ തന്നെ മുറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു മുളകില്ലേ, മുളക് ആ വെള്ളത്തോട് കൂടി തന്നെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മുളകും ഞാൻ അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്, അതിൻ്റെ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടോ. മുളക് വരുമ്പോൾ മേലെ വരെ എത്തുന്നുണ്ട്, കുഴപ്പമില്ലാതെ അരയണ സമയത്ത് അങ്ങ് താന്നോളും. എന്നിട്ട് നല്ലതായിട്ട് എന്താ പറയുക, നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ, എന്നാലാണ് ആ ഒരു കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് അരഞ്ഞ് കിട്ടേണ്ടത്. ഇതിനിടെ മാറ്റി വെക്കാം. നമുക്ക് ഇതാണ് നമ്മൾ ആ ഒരു കറിക്കുള്ള ഗ്രേവി എന്ന് പറയുന്നത് കേട്ടോ. മൊത്തത്തിലുള്ള ഗ്രേവിയാണിത്. ഇനി നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചെമ്പിലും ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് കുക്കറിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തത് കേട്ടോ. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഓട്ടപാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് വെള്ളം മുഴുവനും കളഞ്ഞിട്ട് വേണം എടുക്കാനേ. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു മസാല ചേർക്കുന്നതോട് കൂടി നന്നായിട്ട് ഗ്രേവിയിലുണ്ടാവും, വെള്ളത്തോട് കൂടിയാണുള്ളത്. അപ്പോൾ ചിക്കനിൽ തീരെ വെള്ളമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വിനെഗർ, നമ്മൾ സുറുക്കാണ് വെച്ച് കൊടുത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എല്ലാ പീസിൻ്റെ മുകളിലും ഈ ഒരു ഗ്രേവി ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെമ്പിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെമ്പിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറിയ തീയിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മളൊരു 2 വിസിൽ വരുന്ന വരെയാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് ഇടാം.
ഇപ്പോൾ അത് 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ പോയിന്. ഇപ്പോൾ അതാ തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, മാഷാ അല്ലാ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൽ തീരെ നമ്മൾ എണ്ണയിൽ വഴറ്റുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ജസ്റ്റ് വേവിക്കല്ല, എന്താ പറയുക, ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതാ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ പീസ് മാത്രം ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ്റെ പീസുകൾ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എല്ലാ പീസും ഇട്ട് കൊടുക്കുക. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ വേണം കേട്ടോ. ഇത്തിരി ഓയിൽ കൂടുതൽ വേണേ. അപ്പോൾ അതാ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ബാച്ച് ഇതാ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക. പിന്നെ ഒരുപാടങ്ങ് എന്താ പറയുക, മൊരിയിച്ച് പൊരിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്നൊരു അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഒരു ഭാഗം, അതേപോലെ തന്നെ തിരിച്ചും ഒരു 2 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് എണ്ണയെന്നത് കോരിയെടുക്കുക. ഒരുപാട് നേരം എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം ഒരു ചേരി പോലെ, ഒരു ചകിരി പോലെ ആകുക എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ഹാർഡായി പോകും. അതിൻ്റെ മുന്നേ തന്നെ നമ്മളത് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇതേപോലെ അടുത്ത ബാച്ചും ഞാനൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഇപ്പോൾ അത് രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ഒരു ഗ്രേവി ബാക്കിയുള്ളല്ലേ കുക്കറിലുള്ള അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എന്താ പറയുക, നമുക്ക് എത്ര കട്ടിയിലാണോ നമ്മൾ ഗ്രേവി വേണ്ടി അതിനനുസരിച്ച് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ പകുതിയിലധികം വറ്റാൻ തുടങ്ങിയാൽ പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് തെറിക്കും. ആദ്യം ഒന്നും തെറിക്കില്ല, പിന്നെ അങ്ങ് വെള്ളം വറ്റാൻ തുടങ്ങിയാൽ പിന്നെ തെറിക്കും. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് മുഴുവൻ വറ്റിച്ചെടുക്കട്ടെ. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വറ്റി, ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി, ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട, ഈ ഒരു പാകത്തിൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാകത്തിലാണെങ്കിൽ മാത്രമാണ് ചിക്കൻ്റെ മേലേക്ക് നമുക്ക് ഈ ഒരു മസാലയൊക്കെ പൊതിഞ്ഞ് കിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിക്കൻ പീസിൻ്റെ മേലേക്ക് നമുക്ക് ഗ്രേവി തീരെ ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ പറയില്ല ഒരു ചിക്കൻ പെരട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ അതുപോലത്തെ ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതിൽ നമ്മളെന്നും സാധാരണ എപ്പോഴും ഇടുന്ന പോലത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും വരില്ല കേട്ടോ. എന്നാലും ഇത് അതൊന്നും ഇടാണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അത്ര അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ അതാ ചിക്കൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മാത്രം മതി. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ കുൽച്ചൻ്റെ ബാക്കി പണി ചെയ്യാം കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെക്കണം കേട്ടോ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ അതൊന്ന് മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിതോടെ കുഴച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറാണ് കറക്റ്റ് ടൈം ആയാൽ. അപ്പോൾ അതാ ഈ ഒരു ഇതിൽ നിന്ന് ഓരോ ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ചപ്പാത്തിക്ക് ഉരുട്ടുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അത്രയും വലുപ്പം മതി, ഒരുപാട് അങ്ങ് വലുപ്പത്തിൽ എടുക്കണ്ട. കാരണം ഈ ഒരു മാവിനെക്കാട്ടും കൂടുതൽ നമുക്ക് വേണ്ടത് ഫില്ലിംഗ് ആണ് കേട്ടോ. നന്നായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു പൂരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. ഒരു പൂരിൻ്റെ സൈസിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു നമ്മൾ എടുത്ത പൊടിൻ്റെ ഉരുളനെക്കാട്ടിലും വലിയ സൈസിൽ ഒരു ബോൾ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മാവിനെക്കാട്ടും കൂടുതൽ വേണ്ടിയത് നമുക്ക് ഫില്ലിംഗ് ആണ്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ വലിച്ച് ഉള്ളോട്ടാക്കിയിട്ട് ഇതിനൊന്ന് റോൾ ചെയ്ത് എടുക്കുക. കംപ്ലീറ്റ് ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് എന്താ പറയുക, ഒട്ടിച്ചെടുക്കണം കേട്ടോ. അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കുക. ഫില്ലിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത്. എന്നിട്ട് തീരെ പുറത്ത് ഫില്ലിങ് വരില്ല എന്നുള്ള ഉറപ്പ് ആവുന്നവരെ നന്നായിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇത് മാവ് നമുക്ക് പുറത്ത് വരില്ല. ഒരുപാട് അങ്ങ് പരത്താനും പോകരുത്, പരത്തുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. ഇതുപോലെ തന്നെ എല്ലാ ഉരുളയും നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് വെക്കണം കേട്ടോ. ഒന്നിച്ചിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം പരത്താൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കട്ടെ. അപ്പോൾ അത് കണ്ടില്ല, നന്നായിട്ട് ഫില്ല് ചെയ്ത് നല്ല ഉറപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു എന്താ പറയുക, 3-4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും. ആവശ്യത്തിനെടുത്തിട്ട് നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. ഈ ഒരു അളവിൽ 8 ഉരുളാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്ത് കേട്ടോ. ഈ ഒരു മാവിൻ്റെ കറക്റ്റ് അളവാണിത്.
ഒരു 8 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. വെളുത്ത കളറിലുള്ള എള്ളില്ലേ, അതാണിത് വെളുത്ത എള്ള്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഫൈനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കരിഞ്ജീരകം വേണം, കറുത്തത് കേട്ടോ. കരിഞ്ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 സാധനം നമ്മൾ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇത് ഓരോന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കുലിച്ചായതുകൊണ്ട് തന്നെ ആ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, മാവ് പൊട്ടി പുറത്തേക്ക് വരാൻ പാടില്ല. മാവ് ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് കാണാൻ തുടങ്ങുന്ന ഒരു പാകം വരെയാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു തടി എന്ന് പറയുന്നത് നമ്മളെ ബട്ടൂരൻ്റെ തടിയില്ലേ, ആ ഒരു തടിയിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് പരത്തി നൈസാക്കാൻ നിന്നാൽ ഫില്ലിംഗ് പുറത്തേക്ക് പൊട്ടി വരികയാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് നീളത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേപോലെ തടിയായിരിക്കണം കേട്ടോ. ഒരു ഭാഗം മാത്രം ഒന്നും ഇങ്ങനെ തടി കൂടിയിട്ടും കുറഞ്ഞിട്ടൊന്നും ആയി പോകാൻ പാടില്ല. അതൊന്ന് കറക്റ്റ് ചെയ്യുക. അത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തത് ഇവിടെ റെഡി ആയിന്. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഫില്ലിങ് ചെറുതായിട്ടൊന്ന് കാണാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ മേലെ ഇതാക്കി വെളുത്ത എള്ളും അതുപോലെ തന്നെ കുറച്ച് കരിഞ്ജീരകം പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഇത് ഇങ്ങനെ ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പൊടിൻ്റെ ഈ ഒരു പരത്തിൻ്റെ മേലെ വെള്ളം തൊട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇതാ കോയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ കോയിൽ കൊണ്ട് പരത്തുന്ന സമയത്ത് അത് അവിടെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് വരുമൊന്നുമില്ല. ഇനി അത് ഒന്നും കൂടെ ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തൊട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് പരത്തി അതവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല. ഇനി നമുക്കിത് ചൂടായ തവയിലിട്ടിട്ടൊന്ന് ഇതാക്കി എടുക്കണം കേട്ടോ. ഇത് തവ അല്ലെങ്കിൽ ഫ്രൈ പാൻ ഏതായാലും മതി. അതാ ഫസ്റ്റത്തെ കുലിച്ച അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാനിവിടെ ബട്ടറിലാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. ബട്ടറിലോ നെയ്യിലോ ഏതിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം. ബട്ടറോ നെയ്യോ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് തന്നെയാണ് നല്ല കേട്ടോ. ഓയിൽ എടുക്കണ്ട. അപ്പോൾ അത് കുറച്ച് ബട്ടർ ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ കുലിച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് മീഡിയം തീയിൽ കേട്ടോ. വല്ലാണ്ട് അങ്ങ് കൂടിപ്പോകാനും പാടില്ല, ഭയങ്കര സിമ്മിലും വെക്കണ്ട. ആ ഒരു രീതിയിലാണ് ചുട്ടെടുക്കേണ്ടത്. അടിഭാഗം നന്നായിട്ട് വേവണ വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളിതാ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കട്ടെ. ഇതിങ്ങനെ പൊള്ളാൻ തുടങ്ങും, ആ സമയത്താണ് ബട്ടർ ഇട്ട് കൊടുക്കേണ്ടത്. മാറ്റി പിന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. തീ കൂടി പോകരുത്, ചെറിയ തീയിൽ തന്നെ അത് ചുട്ടെടുക്കണം. എന്നിട്ട് കുറച്ചും കൂടെ അതിൻ്റെ മേലെ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഇനി ഇതാ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടെ മൂടി വെക്കുക. മൂടി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് ഇത് പൊള്ളിയിട്ട് നല്ല ബോൾ പോലെ ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് നന്നായിട്ട് പൊള്ളി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കുലിച്ച നമുക്ക് ചുട്ടെടുക്കുക കേട്ടോ. നന്നായിട്ട് അടിഭാഗവും മേൽഭാഗവും ഒക്കെ നന്നായിട്ട് ബട്ടറോ നെയ്യോ നല്ലോണം ഇട്ട് കൊടുക്കണം. ഒരു മൊരിഞ്ഞൊരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. ചൂടോടുകൂടി നിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗവും നന്നായിട്ട് ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വന്നാൽ നമുക്കിത് എടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. രണ്ട് ഭാഗവും മൂടി വെച്ചിട്ട് തന്നെ കവർ ചെയ്തിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. അടിപൊളിയായിട്ടുള്ള കുലിച്ചവട റെഡിയായിന്. ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചുട്ടെടുക്കുക കേട്ടോ. നന്നായിട്ട് പൊള്ളി ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ചുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷമാണ്, ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയിട്ട് അതിൻ്റെ ശേഷമാണ് മുറിച്ച് തരുന്നത്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഒരു കറി പോലും ഇല്ലാണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കട്ടോ. പിന്നെ ഈ ഒരു ജീരകവും ഇതൊക്കെ പുറത്തുള്ളതുകൊണ്ട് തന്നെ, കരിജീരകവും എള്ളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെറുതെ ചായക്ക് കട്ടൻ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ അച്ചാറിൻ്റെ കൂടെയും തൈരിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചിക്കൻ പെരട്ട്, നമ്മൾ LK ചിക്കനാണിത്, അതും കൂടെ ഞാനിത് വിളമ്പുന്നുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റിയാണ്, അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ പിള്ളേരുള്ള വീടൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നല്ല സ്റ്റാർ ആവാൻ നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രണ്ടും നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.